വളരെ ഭാരിച്ച അല്ലെങ്കിൽ സങ്കീർണമായ ഒരു ഉത്തരവാദിത്തമാണ് ഒരു ഇത്രയും 11 ക്ലാസ്സുകൾ പൂർത്തീകരിച്ച് 12ാമത്തെ ക്ലാസ് അതിന്റെ ഏറ്റവും അവസാന ക്ലാസ്സിലേക്ക് എത്തി നിൽക്കുമ്പോൾ ഇതുവരെയും നിങ്ങൾ വളരെയേറെ താല്പര്യത്തോടുകൂടി ഈ ക്ലാസ്സിൽ പങ്കുകൊണ്ടു. വ്യത്യസ്തമാകുന്ന രീതിയിൽ എസ്തേറിന്റെ പുസ്തകത്തെ മനസ്സിലാക്കുവാനും അതിൽ അടങ്ങിയിരിക്കുന്ന അതിന്റെ കണ്ടന്റിനെ ഉൾക്കൊള്ളുവാനുമായിട്ടൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. ഇതിൽ പരിമിതമാകുന്ന ചില അറിവുകളിൽ നിന്ന് ഈ എന്നിൽ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തത്തെ നിങ്ങളുടെ മുമ്പാകെ പങ്കുവെക്കാം എന്നാണ് ദൈവത്തിൽ ശരണപ്പെട്ടുകൊണ്ട് ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും എസ്തേറിന്റെ പുസ്തകത്തെ പറ്റി ഒന്ന് പുറകിലേക്ക് ചിന്തിച്ചു നോക്കുമ്പോൾ ഒറ്റ വായനയിൽ തന്നെ നമുക്ക് പൂർത്തിയാക്കാൻ സാധിക്കുന്ന ഒരു പുസ്തകം, 10 അധ്യായങ്ങളുള്ള ഒരു പുസ്തകം. തീർച്ചയായിട്ടും അത് നമ്മുടെ കൈകളിൽ ഇരിക്കുന്ന വേദപുസ്തകത്തിൽ 10 അധ്യായങ്ങളാണെങ്കിൽ POC ബൈബിളിൽ അത് 16 അധ്യായങ്ങൾ. ബൈബിൾ സൊസൈറ്റിയുടെ വേദപുസ്തകത്തിലാണ് 10 അധ്യായങ്ങളുള്ളത്. POC ബൈബിളിൽ 16 അധ്യായങ്ങളാണ് ഈ എസ്തേറിന്റെ പുസ്തകത്തിന് ഉള്ളത്. എന്തുകൊണ്ടാണ് അങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ ഇങ്ങനെ വന്നത് എന്ന് ചോദിക്കുമ്പോൾ ചില പുസ്തകങ്ങളിൽ അഡീഷൻസ് ഒക്കെ ഉണ്ടാകുന്നുണ്ട്. അതായത് കാലത്തിന്റെ ഗ്രീക്ക് സാമ്രാജ്യത്തിന്റെ ഗ്രീക്ക് ഭാഷയുടെ സ്വാധീനങ്ങളൊക്കെ കടന്നു വരുമ്പോൾ അതോടൊപ്പം തന്നെ ഗ്രീക്ക് ഭാഷ ശക്തി പ്രാപിക്കുമ്പോഴൊക്കെയും വീണ്ടും തർജിമകൾ, ബൈബിളിലെ പല തർജിമകളും ചിലതൊക്കെ കൂട്ടിച്ചേർക്കലിന് ഇടയായിട്ട് തീർന്നിട്ടുണ്ട്. അങ്ങനെയാണ് ഈ 16 അധ്യായങ്ങൾ പലപ്പോഴായിട്ട് ഈ POC ബൈബിളിൽ ഉൾപ്പെട്ടു വന്നിരിക്കുന്നത്. നമുക്ക് പഠിക്കുവാനായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ബൈബിൾ സൊസൈറ്റിയുടെ വേദപുസ്തകത്തിൽ തീർച്ചയായിട്ടും ഇതിന് 10 അധ്യായങ്ങളുള്ളത്. ഈ 12ാമത്തെ ക്ലാസ്സിൽ 11ാം അധ്യായത്തിൽ നമുക്ക് പഠിക്കുവാനായിട്ടുള്ളത് അതിന്റെ പ്രധാനപ്പെട്ട ചില കണ്ടന്റുകൾ ഒന്ന് പങ്കുവയ്ക്കുകയാണ്. ഒന്ന് പ്രധാനമായിട്ടും ഹാമാന്റെ അന്ത്യവും യഹൂദന്മാരുടെ ഉദ്ധാരണവും എന്നുള്ള ആ ഒരു അല്ലെങ്കിൽ ആ ഒരു ഹെഡിങ്ങോട് കൂടിയാണ് 11ാമത്തെ അധ്യായം ആരംഭിക്കുന്നത്. ഈ എസ്തേറിന്റെ പുസ്തകത്തിൽ പ്രധാനമായിട്ടും നിങ്ങൾ ഇതുവരെയും വായിച്ചു മനസ്സിലാക്കുമ്പോഴൊക്കെ എസ്തേർ എന്ന ആ ഒരു കഥാപാത്രത്തെ കൂടുതലായിട്ട് ഇവിടെ അവതരിപ്പിക്കപ്പെടുമ്പോഴും എസ്തേറിനെ കുറിച്ച് എസ്തേറിന്റെ ആ ഒരു വ്യക്തിപ്രഭാവത്തെക്കാൾ ഉപരിയായിട്ട് ഈ പുസ്തകം പങ്കുവയ്ക്കപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട കണ്ടന്റ് എന്നുള്ളത് യഹൂദന്മാരുടെ പെരുന്നാളാകുന്ന ഉരീം പെരുന്നാളിനെ പറ്റിയാണ്. അത് ഈ വേദപുസ്തകം അല്ലെങ്കിൽ ഈ പുസ്തകത്തിന്റെ അവസാന ഭാഗത്താണ് പ്രത്യേകമായിട്ട് കാണുന്നത്. ഇത് യഹൂദന്മാരുടെ പ്രധാനപ്പെട്ട പെരുന്നാളുകളിൽ ഒന്ന് തന്നെയാണ് ഈ ഉരീം പെരുന്നാൾ. പെസഹ പോലെയും പെന്തിക്കോസ്തി പെരുന്നാൾ പോലെയും കൂടാര പെരുന്നാൾ പോലെയും ഒക്കെ തന്നെ യഹൂദന്മാരുടെ പ്രധാനപ്പെട്ട പെരുന്നാളുകളിൽ ഒന്നാണ് ഈ പുരീം പെരുന്നാൾ എന്നുള്ളത്. അപ്പോൾ യഹൂദന്മാരുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ ഒരു അത്ഭുതകരമായ ഇടപെടൽ എങ്ങനെ ഉണ്ടായി എന്നുള്ളതിനെ പറ്റി കൃത്യമായി ഈ പെരുന്നാളിലൂടെ പങ്കുവയ്ക്കപ്പെടുന്നുണ്ട്. ഈ പുരീം പെരുന്നാളിന്റെ ഉത്ഭവവും ഇതിന്റെ ആരംഭവും ഒക്കെ തന്നെയാണ് പ്രധാനമായിട്ടും ഈ എസ്തേറിന്റെ പുസ്തകത്തിന്റെ അവസാന ഭാഗത്ത് 9ാം അധ്യായത്തിൽ പ്രധാനമായിട്ടും കാണുന്നത്. എസ്തേറോ അതുപോലെ തന്നെ കേന്ദ്ര കഥാപാത്രമായിട്ട് നമുക്ക് എസ്തേറിനെ മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ മൊർദെഖായി എന്ന് പറയുന്ന മനുഷ്യനെയും അവിടെ കാണുന്നുണ്ട്. അതിനേക്കാളൊക്കെ ഉപരിയായിട്ടൊരു പ്രാധാന്യം ഈ പുരീം പെരുന്നാളിന് ഈ പുസ്തകം നൽകുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിന്റെ ആരംഭവും ഇതിന്റെ ഉത്ഭവത്തെ പറ്റിയൊക്കെ ഈ പുസ്തകം നമ്മുടെ മുമ്പാകെ പങ്കുവെക്കപ്പെടുന്നുണ്ട്. എന്താണ് ഈ പുരീം പെരുന്നാൾ എന്താണെന്ന് ഈ മനസ്സിലാക്കുവാനായിട്ട് 10 അധ്യായങ്ങൾ കൂടി അതിന്റെ അല്ലെങ്കിൽ ഒരു ജീവിതകഥ അവതരിപ്പിച്ചുകൊണ്ട് ഇതിന്റെ പൂർത്തീകരണത്തിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് ഈ പെരുന്നാൾ ഉത്ഭവിച്ചത്, എന്ത് കാരണമാണ് ഈ ഈ പെരുന്നാളിന്റെ ഉത്ഭവത്തിന് ഇടയായിട്ട് തീർന്നതൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു വേദഭാഗം അല്ലെങ്കിൽ ഒരു പ്രത്യേകമാകുന്ന ഒരു പുസ്തകം ആയിട്ട് നമുക്ക് എസ്തേറിന്റെ പുസ്തകത്തെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരു കഥാരൂപത്തിൽ പുരീം എന്ന ഈ പെരുന്നാളിന്റെ ഉത്ഭവത്തെ പറ്റി പറഞ്ഞു തരുന്ന പുസ്തകമാണെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചുവല്ലോ. നറുക്കെടുക്കുക എന്നുള്ള പദം നമ്മൾക്ക് എപ്പോഴും കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, അല്ലെങ്കിൽ ലോട്ട് എന്ന് പറയുന്നത് നറുക്കെടുപ്പ്. ഇപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ നമ്മുടെ
കേരള സംസ്ഥാനത്തിന്റെ അല്ലെങ്കിൽ ആ ഒരു ഭാഗ്യക്കുറിയുടെ ഒക്കെ നറുക്കെടുപ്പ് കഴിഞ്ഞിരിക്കുന്ന അവസരമാണ്. അപ്പോൾ ആ ഭാഗ്യവാന്റെ വിവരണങ്ങളൊക്കെ നമ്മൾ മാധ്യമങ്ങളിലൂടെ ഒക്കെ കേൾക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്തതാണ്. അപ്പോൾ നറുക്ക് എന്നുള്ള ആ ഒരു പദം, അപ്പോൾ ആ ഒരു പദം നമ്മൾ എല്ലാവരെയും കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു അസീറിയൻ പദമാണ് ഈ കുരു എന്ന് പറയുന്നത്. അതിന്റെ അർത്ഥമാണ് ഈ നറുക്ക് എന്നുള്ളത്. നറുക്കിടാൻ ഉപയോഗിക്കുന്ന ഒരു കല്ല്, അതിന്റെ അല്ലെങ്കിൽ അതിലൂടെ തീർച്ചയായിട്ടും നറുക്ക് എന്നുള്ള പദം, ഈ പുരു എന്ന് പറയുന്ന അസീറിയൻ പദം ആണ് തീർച്ചയായിട്ടും ഈ ഒരു വാക്കിന്റെ ഉത്ഭവം അല്ലെങ്കിൽ ഒരു ഉത്ഭവ വാക്കായിട്ട് അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. 9-ാം അധ്യായത്തിലാണ് പ്രധാനമായിട്ടും ഇത് നാം കാണുന്നത്, 20-ാം വാക്യം. പുസ്തകത്തിന്റെ കേന്ദ്രവും അത് തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും പ്രധാന കഥാപാത്രമായിട്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എസ്തേർ രാജ്ഞിയെ പറ്റി ഈ വേദപുസ്തകത്തിൽ അല്ലെങ്കിൽ ഈ പുസ്തകത്തിൽ ഉടനീളം നാം കാണുന്നുണ്ട്. BC 538 ആണ്ടിൽ പേർഷ്യ സാമ്രാജ്യത്തിന്റെ ഭരണകാലത്തെ പറ്റി അവിടെ പ്രത്യേകമായിട്ട് ഭരണകാലമായിരുന്നു, അല്ലെങ്കിൽ സൈറസ് ചക്രവർത്തിയുടെ ഭരണകാലം. അവിടെ ബാബിലോണിന്റെ അടിമത്തം അവസാനിക്കുകയും പേർഷ്യൻ സാമ്രാജ്യം ഭരണം തുടങ്ങുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ സൈറസ് രാജാവ് യഹൂദന്മാരോട് പറയുകയാണ്, നിങ്ങൾ തിരിച്ച് നിങ്ങളുടെ നാട്ടിലേക്ക് തന്നെ മടങ്ങിപ്പോവുക എന്നുള്ളത്. അപ്പോൾ ആ മടങ്ങിപ്പോക്കാണ് പ്രധാനമായിട്ടും എസ്രായുടെയും നെഹമ്യാവിന്റെയും ഒക്കെ പുസ്തകത്തിലൂടെ നാം പ്രധാനമായിട്ടും കാണുന്നത്. അപ്പൊ മടങ്ങിപ്പോകുന്ന യഹൂദന്മാർ ഒരുമിച്ചല്ല തങ്ങളുടെ നാട്ടിലേക്ക് മടങ്ങിപ്പോകുവാനായിട്ട് അല്ലെങ്കിൽ മടങ്ങിപ്പോകുന്നത്. സെറുബാബിലിന്റെയും എസ്രായുടെയും നെഹമ്യാവിന്റെയും ഒക്കെ നേതൃത്വത്തിൽ യഹൂദന്മാർ ഇങ്ങനെ തങ്ങളുടെ ദേശത്തേക്ക് മടങ്ങി പല ഗ്രൂപ്പുകളായിട്ട്, പല വിഭാഗങ്ങൾ അല്ലെങ്കിൽ ഘ- പല പല ഗ്രൂപ്പുകളായിട്ട് ഇവർ തങ്ങളുടെ നാട്ടിലേക്ക് ഇങ്ങനെ മടങ്ങി പോകുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും സ്വാതന്ത്ര്യത്തിലേക്ക് പോകുവാനായിട്ട് യഹൂദന്മാരോട് ഈ ചക്രവർത്തി പറയുമ്പോഴും, എന്നാൽ അല്ലെങ്കിൽ തങ്ങൾ അധിവസിക്കുന്ന ഈ നാടും ഈ സംസ്കാരവും ഭക്ഷണവും ഒക്കെ അതിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് കുറച്ച് ആളുകൾ അവിടെ തന്നെ തുടരുകയാണ്. അതുപോലെ അങ്ങനെ യഹൂദന്മാരിൽ തിരിച്ചു പോകാതെ ആ നാട്ടിൽ തന്നെ തുടർന്ന് വന്ന ഒരാളാണ് ഈ മൊർദെഖായിയും അദ്ദേഹത്തിന്റെ ബന്ധുവായ എസ്തേറും. ഈ എസ്തേറിന്റെ ശരിക്കുമുള്ള പേര് എന്തെന്നുള്ളത് എസ്തേറിന്റെ പുസ്തകം 2-ാം അധ്യായം 7-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ മാത്രം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ശരിയല്ലല്ലോ. എന്താണ് ഈ എസ്തേറിന്റെ ശരിക്കുമുള്ള നാമത്തെ പറ്റി ഈ അവിടെ അവിടെ പറഞ്ഞിരിക്കുന്നത്? അല്ലെങ്കിൽ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ക്ലാസ് മുമ്പോട്ട് പോകാമായിരുന്നു. എസ്തേറിന്റെ ശരിക്കുമുള്ള നാമത്തെ പറ്റി അവിടെ പറയുന്നുണ്ട്. അതെങ്കിലും ഒന്ന് വായിക്കാമെങ്കിൽ നല്ലതായിരുന്നു. 2-ാം അധ്യായം 7-ാം വാക്യത്തിൽ അവിടെ പറയുന്നുണ്ട്, അവൻ തന്റെ ചിറ്റപ്പന്റെ മകളായ എസ്തേർ മകളായ എന്ന എസ്റ്റേറിന് ആ ഹദസ്സയ്ക്ക് എന്ന അമ്മയപ്പന്മാർ ഹദസയ്ക്ക് അമ്മയപ്പന്മാർ അമ്മയപ്പന്മാർ ഇല്ലായിരുന്നുകൊണ്ട് അവളെ വളർത്തിയിരുന്നു എന്നുള്ളത്. അപ്പോൾ എസ്തേറിന്റെ മറ്റൊരു പേരാണ് എന്ത്? ഹദാസ എന്നുള്ള, ഹദാസ എന്ന് പറയുന്ന ആ ഒരു 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 പേര്. ഹദാസ എന്ന വാക്കിന്റെ അർത്ഥം എന്നുള്ളത് പിഞ്ച് എന്നുള്ള ഒരു ഇംഗ്ലീഷ് പദമാണ്. പിഞ്ച് എന്ന് പറഞ്ഞ മലയാളത്തിൽ നമുക്ക് അർത്ഥം നൽകാനായിട്ട് കഴിയുന്നത് പാകമാകാത്ത അല്ലെങ്കിൽ ഇളമായത് എന്നുള്ള ഒരു പേരാണ്. എസ്തേർ എന്ന വാക്ക് എന്നുള്ളത് പേർഷ്യൻ നാമമാണ്. അതിന്റെ അർത്ഥം വരുന്നത് സ്റ്റാർ, നക്ഷത്രം എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഈ കുഞ്ഞായ, ഈ ഇളമായ ഈ ഈ വ്യക്തിയാണ് ഒരു ദൈവത്തിന്റെ ഒരു പദ്ധതിക്ക് അല്ലെങ്കിൽ കേന്ദ്രമായിട്ട് തീരുന്നത് എന്നുള്ളതാണ് പ്രധാനമായിട്ടും എസ്തേറിന്റെ പുസ്തകത്തിൽ നാം കാണുന്നത്. ഒരു കുഞ്ഞായ എസ്തേറിനെ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ ഒരു കുഞ്ഞ് നക്ഷത്രമായിട്ട് ഒരു പ്രകാശമായി മാറ്റുന്ന ദൈവ പദ്ധതിയാണ് പ്രധാനമായിട്ടും ഈ എസ്തേറിന്റെ പുസ്തകത്തിന്റെ ഒരു കോർ കണ്ടന്റ് അല്ലെങ്കിൽ കോർ കണ്ടന്റ് ആയിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ യഹൂദ ജനത്തെ ഒരു വലിയ ഭീഷണിയിൽ നിന്ന് രക്ഷിക്കുകയും ആ ഭീഷണി എന്താണെന്ന് ഒരു കഥ പോലെ അല്ലെങ്കിൽ ഈ 1 മുതൽ 8, 9 അധ്യായങ്ങൾ വരെ നാം പഠിക്കുവാനായിട്ട് ശ്രദ്ധിക്കണം. ഈ ഭീഷണി എന്തായിരുന്നുവെന്ന് കഥയൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ ഈ എസ്തേറിന്റെ പുസ്തകം അല്ലെങ്കിൽ പഠിച്ചു വന്ന ആ ഒരു ക്രോണോളജിക്കൽ ഓർഡറിൽ നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. എന്തായിരുന്നു തന്റെ ജനത്തിന് ഉണ്ടായിരുന്ന ആ ഒരു വലിയ ഭീഷണി എന്നുള്ളത്? ബാബിലോൺ സാമ്രാജ്യം തകർന്ന് പേർഷ്യൻ സാമ്രാജ്യം ഭരണം ആരംഭിച്ചു വന്ന ആ
സമയത്ത് ഭരിക്കുന്ന, അല്ലെങ്കിൽ ആ രാജാവിന്റെ പേരാണ് 1-ാമത്തെ അധ്യായത്തിന്റെ ആരംഭത്തിൽ നാം കാണുന്നത്. അഹശ്വേരോശ് രാജാവിന്റെ കാലത്ത് എന്ന് പറഞ്ഞുകൊണ്ടാണ് 1-ാം അധ്യായം ആരംഭിക്കുന്നത് തന്നെ. അപ്പോൾ അദ്ദേഹത്തിന്റെ രാജ്ഞിയുടെ പേരും വസ്തി രാജ്ഞിയെ പറ്റി അവിടെ പറയുന്നുണ്ട്. അപ്പോൾ രാജാവിനോടുള്ള ചില അനുസരണക്കേടുകൾ, രാജാവിനോടുള്ള ചില വിധേയത്വത്തിന്റെ ഒക്കെ കുറവുകൾ ഈ വസ്തി രാജ്ഞിയെ അല്ലെങ്കിൽ ഈ രാജ്ഞി പദവിയിൽ നിന്ന് പുറത്തു പോകുവാനായിട്ട് കാരണമായിട്ട് തീരുന്നുണ്ട്. അങ്ങനെ ഭാര്യയെ അന്വേഷിച്ചുകൊണ്ട് ഈ അഹശ്വേരോശ് രാജാവ് ഇങ്ങനെ പോകും, അല്ലെങ്കിൽ അന്വേഷിക്കുന്നുണ്ട്. അങ്ങനെയാണ് ഈ ഇളമായ, ഈ പിഞ്ചായ ഈ എസ്തേർ ഈ രാജാവിന്റെ രാജ്ഞി എന്നുള്ള പദവിയിലേക്ക് കടന്നു വരികയും തിരഞ്ഞെടുക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്നു. അങ്ങനെ രാജാവിന്റെ രാജ്ഞിയായിട്ട് ഈ എസ്തേർ മാറ്റപ്പെടുകയാണ്. അപ്പോൾ ഈ അഹശ്വേരോശ് രാജാവിനെതിരെ ഗൂഢാലോചനകൾ നടത്തുന്നു എന്നുള്ള അറിവ് ഈ മൊർദെഖായിക്ക് ലഭിക്കുകയും മൊർദെഖായി ഈ കാര്യം എസ്തേറിനെ അറിയിക്കുകയും ഒക്കെ ചെയ്യുകയാണ്. അപ്പൊ ഇങ്ങനെ രാജാവിന്റെ ജീവന് ഭീഷണി ഉണ്ടെന്നും ഇങ്ങനെ ഒരു വിഭാഗം ആളുകൾ അദ്ദേഹത്തെ കൊല്ലുവാനായിട്ട് ഇങ്ങനെ ആഗ്രഹിക്കുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഈ മൊർദെഖായി എസ്തേർ വഴിയായി രാജാവിനെ അറിയിക്കുന്നുണ്ട്. അങ്ങനെ രാജാവിന്റെ ജീവനെ രക്ഷിക്കുവാനായിട്ട് അവർക്ക് കഴിയുകയും രാജാവിന്റെ ഒരു വലിയ സ്നേഹത്തിനും അല്ലെങ്കിൽ കരുതലിനും ഈ മൊർദെഖായി കാരണമായിട്ട് തീരുകയും ഒക്കെ ചെയ്യുകയാണ്. അപ്പോൾ ഇത് രാജാവിന്റെ പ്രീതിക്ക് കാരണമായി തീരുന്നുണ്ട്. അപ്പോൾ ഈ അഹശ്വേരോശ് രാജാവിന്റെ സ്ഥാനപതിയായിരുന്നു ഈ ഹാമാൻ എന്ന് പറയുന്ന വ്യക്തി. ഹാമാൻ ഇപ്പോൾ തീർച്ചയായിട്ടും ഈ മൊർദെഖായിയെ ഇങ്ങനെ രാജാവ് കരുതുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്യുന്നത് അപ്പോൾ ഹാമാന് അത് അപ്രീതിക്ക് കാരണമായിട്ട് തീരുകയും അങ്ങനെ മൊർദെഖായിയെ നശിപ്പിക്കുവാനായിട്ട് ഹാമാൻ ആലോചിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഈ മൊർദെഖായിയെ നശിപ്പിക്കുവാനായിട്ട് മാത്രമല്ല ഹാമാൻ ആഗ്രഹിക്കുന്നത്, തന്റെ അല്ലെങ്കിൽ മൊർദെഖായി ഉൾപ്പെടുന്ന യഹൂദ വംശത്തെ മുഴുവനായിട്ട് നശിപ്പിക്കുവാനായിട്ട് ഈ ഹാമാൻ തയ്യാറെടുക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെ ഇവർ ഈ യഹൂദ സമൂഹത്തെ മുഴുവനായിട്ട് ഇല്ലായ്മ ചെയ്യുവാനായിട്ട് അഹശ്വേരോശ് രാജാവിൽ നിന്ന് കൽപ്പന ഈ ഹാമാൻ മേടിച്ച് എടുക്കുന്നതും, അപ്പോൾ അത് ഇങ്ങനെ തന്ത്രപരമായിട്ട് അല്ലെങ്കിൽ തന്ത്രപരമായിട്ടാണ് ഈ കൽപ്പന ഹാമാൻ രാജാവിന്റെ കയ്യിൽ നിന്ന് മേടിക്കുന്നത് എന്നുള്ളതൊന്നും ഈ രാജാവ് അറിയുന്നില്ല. ഇങ്ങനെ ഇങ്ങനെ ഈ ഹാമാന്റെ ചതിയിൽ ഈ ഒരു യഹൂദ സമൂഹത്തെ മുഴുവൻ ഇല്ലായ്മ ചെയ്യുവാനായിട്ട് ഇങ്ങനെ ഹാമാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ തന്റെ ജനത്തിന് ഒരു വലിയ ദോഷം സംഭവിക്കുവാനായിട്ട് പോകുന്നു എന്നുള്ളത് മൊർദെഖായി വഴിയായിട്ട് എസ്തേറിലൂടെ രാജാവിന് അറിവ് ലഭിക്കുകയാണ്. അപ്പോൾ രാജാവ് കാര്യങ്ങൾ തിരിച്ചറിയുകയും അങ്ങനെ കൽപ്പന മാറ്റി എഴുതുകയും അങ്ങനെ മൊർദെഖായിക്ക് സ്ഥാനം ലഭിക്കുകയും ഹാമാന് ശിക്ഷ ലഭിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളാണ് പ്രധാനമായിട്ടും അവിടെ അവതരിപ്പിക്കപ്പെടുന്നത്. അങ്ങനെ യഹൂദന്മാർ സന്തോഷത്തിലേക്ക് കടന്നു വരികയാണ്. ഒരു വലിയ ജീവന്റെ ഭീഷണി ഉണ്ടായിരുന്ന സാഹചര്യങ്ങളിൽ നിന്ന് യഹൂദന്മാർ സന്തോഷത്തിലേക്ക് കടന്നു വരുന്നു. സന്തോഷത്തിന്റെ ഭാഗമായിട്ടാണ് ആദ്യ സമയത്തെ ക്ലാസ്സിന്റെ ആരംഭത്തിൽ സൂചിപ്പിച്ചതുപോലെ ഈ പുരീം എന്ന് പറയുന്ന പെരുന്നാളിന്റെ ഉത്ഭവത്തിന് കാരണമായിട്ട് തീരുകയും ചെയ്യുന്നത്. എസ്തേറിന്റെ പുസ്തകം എന്ന് വിളിക്കുമെങ്കിലും യഹൂദന്മാർ ഇതിനെ മൊർദെഖായിയുടെ പുസ്തകം എന്നുകൂടി വിളിക്കുന്നുണ്ട്. ഈ പുരീം ഉത്സവത്തിന്റെ കാരണക്കാരൻ മൊർദെഖായി ആയതുകൊണ്ടാണ് തീർച്ചയായിട്ടും ഇത് മൊർദെഖായിയുടെ പുസ്തകം എന്നുകൂടി ഈ പുസ്തകത്തെ വിളിക്കുന്നത്. 2 മക്കാബിയർ 15:16 പ്രധാനമായിട്ടും ആ കാര്യങ്ങളെ പറ്റിയൊക്കെ പ്രതിപാദിക്കുന്നുണ്ട്. അപ്പോൾ എസ്തേറിന്റെ പുസ്തകം 9-ാം അധ്യായം 20 മുതൽ 32 വരെയുള്ള വേദഭാഗങ്ങളിലാണ് പ്രധാനമായിട്ടും ഈ യഹൂദന്മാരുടെ ഈ പുരീം പെരുന്നാളിനെ പറ്റി ഇപ്പോൾ തീർച്ചയായിട്ടും പ്രധാനമായിട്ടും അവിടെ കാണുവാനായിട്ട് നമുക്ക് കഴിയുന്നത്. ഹാമാന്റെ ചതിപ്രയോഗത്തെ മനസ്സിലാക്കി യഹൂദന്മാർ കൊല്ലുവാനായി ഹാമാൻ ചെയ്തത് നറുക്ക് ഇടുന്ന ഒരു രീതിയായിരുന്നു. അതായത് ഇന്ന് ഒരാളെ കൊല്ലുകയാണെങ്കിൽ നാളെ വേറൊരു വ്യക്തിയെ, യഹൂദന്മാരുടെ ഇടയിലുള്ള വേറൊരു വ്യക്തിയെ കൊല്ലുവാനായിട്ട് നറുക്കിടുന്ന ഒരു രീതിയായിരുന്നു ഈ ഹാമാൻ യഹൂദന്മാരെ കൊല്ലുവാനായിട്ട് സ്വീകരിച്ചത്. ഇങ്ങനെ ഈ രീതി തുടരുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ ഹാമാൻ ഇങ്ങനെ നറുക്കിട്ട് കൊല്ലുവാനായിട്ടാണ് തീരുമാനം കൈക്കൊള്ളുന്നത്. ഈ പദ്ധതി തന്നെയാണ് ദൈവം ഒരു അനുഗ്രഹകരമായിട്ട് യഹൂദന്മാരുടെ ജീവിതത്തിൽ മാറ്റുന്നത്. അവസാനം ഈ ചതിയിൽ നിന്ന് ഹാമാൻ തന്നെ ചതിക്കപ്പെടുകയാണ്. മൊർദെഖായിലൂടെ തൂക്കിക്കൊല്ലുവാനായിട്ട് വിധി വരുന്നുണ്ട് എന്നാൽ ആ വിധി തന്നെ ഹാമാനിൽ വന്നു ചേരുകയാണ്. മൊർദെഖായിയെ തൂക്കിക്കൊല്ലുവാനായിട്ട്
തയ്യാറാക്കി ആ സ്ഥലത്ത് തന്നെ ഹാമാനെ തൂക്കിക്കൊല്ലുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും യഹൂദന്മാരുടെ മരണമായിരിക്കേണ്ട ആ ദിവസം ദൈവം അനുഗ്രഹകരമായി മാറ്റുകയാണ്. അതിന്റെ ഓർമ്മ ആചരിക്കുന്ന ദിവസമായിട്ടാണ് ഈ പുരീം പെരുന്നാളിനെ പ്രധാനമായിട്ടും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. ഈ പുസ്തകത്തിലെ 11-ാം അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് ഹാമാന്റെ ഉപായ ലേഖനങ്ങളെ പറ്റിയും അതിനെ നിർജീവമാക്കുന്ന ഹാമാന്റെ മരണശേഷവും ഹാമാൻ പുറപ്പെടുവിച്ച കൽപ്പനകളൊക്കെ തന്നെ നിലനിൽക്കുകയാണ്. അപ്പോൾ എസ്തേറിന്റെ പുസ്തകം 8 മുതൽ 14 വരെയുള്ള വാക്യങ്ങളിൽ വീണ്ടും എസ്തേർ രാജ്ഞി സമർപ്പിക്കുന്ന അപേക്ഷയെക്കുറിച്ചും അതിനോടുള്ള രാജാവിന്റെ പ്രതികരണങ്ങളെക്കുറിച്ചുമൊക്കെ അവിടെ നാം കാണുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതിന് ശേഷമാണ് യഹൂദന്മാർ ശത്രുക്കളെയൊക്കെ കൊന്നൊടുക്കുന്ന ആ ഒരു ഭാഗം പ്രത്യേകമായിട്ട് അവിടെ കാണുന്നുണ്ട്. അവയിൽ നിന്നൊക്കെ ഈ തിന്മയുടെ അനുഭവങ്ങളെ നന്മയാക്കുന്ന ഒരു ദൈവപദ്ധതിയെ പ്രധാനമായിട്ടും ഇവിടെ കാണുന്നുണ്ട്. പിന്നെ തുടർന്നു അവസാന ഭാഗത്ത് പുരീം പെരുന്നാളിന്റെ ഉത്ഭവത്തെ പറ്റി ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ അതെന്താണ് പുരീം പെരുന്നാൾ എന്നുള്ളതിനെ പറ്റിയാണ് പ്രധാനമായിട്ടും ഒരു കണ്ടന്റായിട്ട് ആ ഒരു തലക്കെട്ടോടു കൂടി അവിടെ കൊടുത്തിരിക്കുന്നത്. വിവിധ സംസ്ഥാനങ്ങളിലെ യഹൂദന്മാർ ധാരാളം പേരെ വധിച്ച ആ ഒരു യഹൂദന്മാരുടെ ആധാർ മാസം 13-ാം തീയതി ഈ മഹാവിജയത്തെ 14-ാം തീയതി അവർ ആഘോഷിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ ആഘോഷങ്ങളെ പറ്റിയൊക്കെ എങ്ങനെയാണ് ഈ പുരീം പെരുന്നാൾ ആഘോഷിച്ചിരുന്നതിനെ പറ്റിയൊക്കെ അവിടെ പ്രതിപാദിച്ചിരിക്കുന്നു. സൂചിപ്പിച്ചതുപോലെ തന്നെ യഹൂദന്മാരെ നശിപ്പിക്കേണ്ടതിന് അവരുടെ നേരെ ഒരു ഉപായത്തിന്റെ ചീട്ട് ഇടുന്നതായിട്ടൊക്കെ അവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ ഹാമാൻ ചെയ്ത ആ ദ്രോഹത്തിന് മറുപടിയായി അവന്റെ തലമുറയ്ക്കും കഴിമരം ലഭിച്ചതിനാലും ഈ രക്ഷയുടെ ഉത്സവത്തിനാണ് പൂര് എന്ന നാമത്തിലൂടെ പുരീം എന്ന പെരുന്നാളിനെ ഉത്ഭവത്തിന് കാരണമായിട്ട് തീരുന്നത്. ഈ പ്രധാനമായിട്ടും ഈ 9-10 അധ്യായങ്ങളിൽ ഈ പെരുന്നാളുകളെ പറ്റി ഒക്കെയാണ്, ഈ പെരുന്നാളിന്റെ ഉത്ഭവത്തെ പറ്റിയാണ് പ്രധാനമായിട്ടും അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഈ ഈ പുസ്തകം നമ്മൾ 10 അധ്യായങ്ങൾ പഠിച്ച് അവസാനിപ്പിക്കുമ്പോൾ എന്താണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഈ പുസ്തകങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഒരു അന്തസത്ത അല്ലെങ്കിൽ ഒരു കണ്ടന്റ് എന്നുള്ളത് കൂടി ഈ പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. തന്റെ ജനത്തെ രക്ഷിക്കുവാനായിട്ട് ദൈവം ആ നാട്ടിൽ തന്നെ ഉദിച്ചുയർന്ന ഒരു നക്ഷത്രമാണ് എസ്തേർ എന്ന് പറയുന്ന ആ ഒരു സ്ത്രീരത്നം. ഒരു കാലഘട്ടത്തിൽ ദൈവജനം വിഷമിച്ചിരിക്കുമ്പോൾ ആ നാട്ടിൽ തന്നെ പ്രസക്തമായതോ ഒരു വ്യക്തിയിൽ നിന്നോ ഒരിക്കലും അങ്ങനെ ഒരു കാര്യം സംഭവിക്കുകയില്ല എന്നുള്ള ആ ഒരു ഇടത്ത് ദൈവം നന്മയുടെ അനുഭവത്തെ ഉദിപ്പിക്കും അല്ലെങ്കിൽ പ്രദാനം ചെയ്യും എന്നുള്ളത് എസ്തേറിന്റെ ജീവിതത്തിലൂടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. യഹൂദന്മാരെ സംബന്ധിച്ച് യഹൂദന്മാരുടെ ചരിത്ര പശ്ചാത്തലങ്ങളൊക്കെ നാം പരിശോധിക്കുമ്പോൾ അവിടെ സ്ത്രീകൾക്ക് വലിയ പ്രാധാന്യം അവരുടെ സാമൂഹിക പശ്ചാത്തലങ്ങളിൽ ഒരിക്കലും നൽകപ്പെട്ടിരുന്നില്ല. എന്നാൽ ഒരു സ്ത്രീയിലൂടെ ദൈവം തന്റെ രക്ഷാകര പദ്ധതി നടപ്പിലാക്കുന്നു എന്നുള്ളത് ഈ എസ്തേറിലൂടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ നാം പലപ്പോഴും മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യവും ഇത് തന്നെയാണ്. ആരും ചിലപ്പോൾ പരിഗണിക്കാൻ സാധ്യതയില്ലാത്ത, ആരും ചിലപ്പോൾ നന്മയായി നമ്മെ ഗണിക്കുവാനായിട്ട് സാധ്യമില്ലാത്ത ഒരിടങ്ങളിൽ അല്ലെങ്കിൽ ആ സാഹചര്യങ്ങളിൽ ദൈവം നന്മയുടെ അനുഭവങ്ങളെ നമ്മുടെ മുമ്പിൽ പകർന്നു നൽകും എന്നുള്ളതാണ് എസ്തേറിന്റെ ജീവിതം നമുക്ക് നൽകുന്ന ഒരു വലിയ പാഠം എന്നുള്ളത്. ആരെയും നിസ്സാരരായോ അല്ലെങ്കിൽ ആരെയും ചെറുതായോ കാണുവാനായിട്ട് നമുക്ക് ഒരിക്കലും ഇടയായിട്ട് തീരരുത്. നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ നമുക്ക് അതാണ് പ്രധാനമായിട്ടും ഈ പുസ്തകങ്ങളൊക്കെ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ എസ്തേറിന്റെ ജീവിതത്തെ പ്രധാനമായിട്ടും ധ്യാനിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകേണ്ടുന്ന ഒരു കാര്യം. എസ്തേറിന്റെ ജീവിതത്തിലും അത് തന്നെയാണ്. ദൈവം ആ ജീവിതത്തിലൂടെ നമ്മുടെ മുമ്പിലേക്ക് വരച്ചു കാട്ടുന്നതും അതാണ്. അല്ലെങ്കിൽ സാധാരണമായി ഇളമായ ഒന്നിനെ നന്മയായ മേൽത്തരമാക്കി തീർക്കുന്ന ഒരു ദൈവപദ്ധതി എസ്തേറിന്റെ ജീവിതത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ നമുക്ക് മറ്റുള്ളവരുടെ അല്ലെങ്കിൽ ജീവിതങ്ങളിൽ സങ്കടങ്ങളിൽ ഒന്ന് താങ്ങായിട്ട് നിൽക്കുവാനായിട്ട് കഴിയുമ്പോൾ ആരെയും വിധി കൽപ്പിക്കുവാനോ ആരെയും നിസ്സാരരെന്ന് കാണുവാനോ ആയിട്ട് നമുക്ക് ഇടയായിട്ട് തീരരുത്. എൻ്റെ ജീവിതത്തിൽ നമുക്ക് അവരുടെ വിഷമങ്ങളിൽ
അവരുടെ വേദനകളിൽ, അവരുടെ നൊമ്പരങ്ങളിൽ ഒന്ന് താങ്ങായിട്ട് നിൽക്കുവാനായിട്ട് വന്നേക്കാം. അപ്പോൾ അതിനോട് ചേർന്ന് നിൽക്കുവാനായിട്ട് നമുക്ക് കഴിയേണ്ടിയിരിക്കുന്നുണ്ട്. രണ്ടാമതായിട്ട് എസ്തറിന്റെ ജീവിതത്തിന്റെ ഒരു പ്രത്യേകതയും മധ്യസ്ഥം അണയ്ക്കുന്ന ഒരു അനുഭവം എസ്തറിന്റെ ജീവിതത്തിൽ നാം കാണുന്നു. അഹശ്വേരോശ് രാജാവിന് തന്റെ ജനത്തിനു വേണ്ടി മധ്യസ്ഥത അണയ്ക്കുന്ന ഒരു അനുഭവം എസ്തറിന്റെ ജീവിതത്തിൽ നാം കാണുന്നുണ്ട്. തിന്മയെ പുറത്തു നിർത്തണമെന്നുണ്ടെങ്കിൽ പ്രാർത്ഥനയുടെയും നോമ്പനുഷ്ഠാനത്തിന്റെയും ഒക്കെ ഒരു ജീവിത ചര്യ എസ്തറിന്റെ ജീവിത മാതൃകയായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ തിന്മയുടെ അനുഭവങ്ങളെ നമ്മുടെ ഇടങ്ങളിൽ നിന്ന് മാറ്റി നിർത്തപ്പെടണമെന്നുണ്ടെങ്കിൽ, അതില്ലെങ്കിൽ ആ ഒരു അനുഭവം നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് ഒന്ന് മാറ്റി നിർത്തപ്പെടുവാനായിട്ട് നാം ആഗ്രഹിക്കുന്നുവെങ്കിൽ, നമുക്കൂടെ അതിനുള്ള ഒരു ആഗ്രഹം ഉണ്ടാകണം. അതിന് നാം ആഗ്രഹിക്കുന്നുവെങ്കിൽ ഉപവാസത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും തീർച്ചയായിട്ടും ആ നന്മയുടെ അനുഭവത്തെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തിരികെ നേടുവാനായിട്ട് കഴിയുന്നുണ്ട്. എസ്തറിന്റെ ജീവിതവും അത് തന്നെയാണ്. ആ ജീവിത മാതൃകയും അതാണ് നമുക്ക് പകർന്നു നൽകുന്നത്. മധ്യസ്ഥതയിലൂടെ, പ്രാർത്ഥനയിലൂടെ, മധ്യസ്ഥതയിലൂടെ തീർച്ചയായിട്ടും ഒരു സമൂഹത്തിന്റെ നന്മയ്ക്ക് കാരണമായിട്ട് തീരുകയാണ്. സൗമ്യമായ, അപ്പോൾ പഴയ നിയമ കഥാപാത്രങ്ങളുടെ ഒക്കെ ജീവിതങ്ങൾ സമയക്കുറവ് കൊണ്ടുണ്ട് ഏതൊക്കെയാണ് എന്ന് ഞാൻ പങ്കുവെക്കുന്നില്ല. മറിച്ച് പല പഴയ നിയമ ജീവിതങ്ങൾ, പ്രത്യേകിച്ച് യോസേഫിന്റെയും ദാനിയേലിന്റെയും ഒക്കെ ജീവിതം കാണുമ്പോൾ അവിടെയൊക്കെ നാം കാണുന്ന ആ ഒരു സാമ്യം എസ്തറിന്റെ ജീവിതത്തിലും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. സ്വന്തം ജനത്തിനു വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന ഒരു വ്യക്തിയായി എസ്തർ തന്റെ ജീവിതത്തിലൂടെ മാറ്റപ്പെടുകയാണ്. ഇതുപോലെ നമ്മുടെ ഇടങ്ങളിൽ നാം ചെയ്യേണ്ടുന്ന ഉത്തരവാദിത്തങ്ങളും കടമകളും ഒക്കെ തന്നെയുണ്ട്. അത് സ്ത്രീജനങ്ങളായിരിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ കുടുംബങ്ങളിലാകാം, നമ്മുടെ ജോലി ഇടങ്ങളിലാകാം, നാം നമ്മുടെ ഇടവക തലങ്ങളിലാകാം, നമ്മൾ ഏർപ്പെടുന്ന ഏത് മേഖലകളിലായിക്കൊള്ളട്ടെ, നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾ ഉണ്ടാകുന്ന അനുഭവങ്ങൾ വ്യത്യസ്തമാകുന്ന ഇടങ്ങൾ എവിടെ, അല്ലെങ്കിൽ നമ്മുടെ ആവശ്യങ്ങളും നമ്മുടെ താല്പര്യങ്ങളും ഉണ്ടാകുന്ന ഇടങ്ങൾ ഏതെങ്കിലുമൊക്കെ ഏത് ഇടങ്ങളിലൊക്കെ ആയിക്കൊള്ളട്ടെ, ഇവിടെയൊക്കെ കർത്താവിന്റെ ഹിതത്തിനനുസരിച്ച് ജീവിക്കുവാനായിട്ട് എനിക്കും നിങ്ങൾക്കും കഴിയേണ്ടിയിരിക്കുന്നു. എസ്തറിന്റെ ജീവിതവും അതാണ് നമ്മുടെ മുമ്പിൽ പങ്കുവയ്ക്കപ്പെടുന്നത്. ഈ പുസ്തകത്തെ പ്രധാനമായിട്ടും ആദ്യമേ സൂചിപ്പിച്ചതുപോലെ ഒരു പെരുന്നാളിന്റെ, യഹൂദന്മാരുടെ പ്രധാന പെരുന്നാളാകുന്ന പുരീം പെരുന്നാളിനെ പറ്റിയാണ് കൂടുതലായിട്ടും അവിടെ പങ്കുവയ്ക്കപ്പെടുന്നത്. ഒരു ഒരു വായനയിൽ പൂർത്തീകരിക്കപ്പെടുവാനായിട്ട് സാധിക്കുന്ന ഒരു പുസ്തകത്തിൽ ഒരു പെരുന്നാള് എങ്ങനെയാണ് ഒരു ജനസമൂഹത്തിന്റെ ഇടയിലേക്ക് കടന്നു വന്നത്, അതിന്റെ സാഹചര്യം എന്താണ് എന്നുള്ളതിനെ പറ്റി എസ്തറിന്റെ ജീവിതത്തിലൂടെ പ്രധാനമായിട്ടും മനസ്സിലാക്കി തരികയാണ്. ആ ജീവിതം എങ്ങനെയാണ് എസ്തറിന്റെ പുസ്തകത്തെ പറ്റി കൂടുതൽ ദൈവവചനത്തിന്റെ ആഴങ്ങളിൽ നിന്ന് മനസ്സിലാക്കുമ്പോൾ ഒരുപാട് മാതൃകകൾ അത് നമ്മുടെ ജീവിതങ്ങൾക്കും പങ്കുവയ്ക്കപ്പെടുന്നുണ്ട്. പ്രധാനമായിട്ടും ഇതിനെ ഒരു പരീക്ഷയുടെ അനുഭവത്തിൽ നിന്ന് മാത്രം മനസ്സിലാക്കുകയും അത് ഒരു പരീക്ഷ എഴുതി മാർക്ക് വാങ്ങിക്കുന്ന ഒരു കാര്യമായിട്ട് മാത്രം പങ്കുവയ്ക്കപ്പെടാതെ അത് കൂടുതലായിട്ട് ധ്യാനിക്കുവാനും പ്രാർത്ഥിക്കുവാനുമായിട്ട് ഇടയായിട്ട് തീരണം. നമ്മുടെ ജീവിതവുമായിട്ടൊക്കെ ബന്ധപ്പെടുന്ന ഒരുപാട് സാഹചര്യങ്ങളുണ്ട് എസ്തറുമായിട്ട് നമുക്ക് താരതമ്യം ചെയ്യുമ്പോൾ. അപ്പോൾ തീർച്ചയായിട്ടും ആ മാതൃകയെ എസ്തറിന്റെ ജീവിതത്തിൽ നിന്ന് കണ്ടെത്തുവാനായിട്ട് നമ്മൾക്ക് ഈ പഠിക്കുമ്പോഴും അല്ലെങ്കിൽ ഈ ദൈവവചനത്തെ പങ്കുവയ്ക്കപ്പെടുമ്പോഴും അതിന് ഇടയായിട്ട് തീരണം. ഇളമായത് അല്ലെങ്കിൽ പിഞ്ചായ ഒരു വ്യക്തി നന്മയായി അല്ലെങ്കിൽ നക്ഷത്രമായി ഒരു ജനസമൂഹത്തിന്റെ മുഴുവനുള്ള ഉന്നതിക്ക് കാരണമായിട്ട് അല്ലെങ്കിൽ ദൈവഭക്തിക്ക് ഇടയായിട്ട് തീരുന്ന ഒരു ജീവിതത്തെയാണ് എസ്തറിലൂടെ നമുക്ക് പ്രധാനമായിട്ടും കാണുന്നത്. അതോടൊപ്പം തന്നെയാണ് ഈ പുരീം പെരുന്നാളിന്റെ ഉത്ഭവത്തെ പറ്റിയും ഒക്കെ അവിടെ പ്രധാനമായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങളെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കുവാനോ ഉണ്ടെങ്കിൽ പ്രത്യേകമായിട്ട് ഈ സമയത്ത് ചോദിക്കാം. അത് അല്ലെങ്കിൽ ആ ഒരു കുറച്ച് സമയം അതിനു വേണ്ടി നമുക്ക് ഒന്ന് വേർതിരിക്കുകയും ചെയ്യാം.